ഇവരുടെ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു കൃത്യമായിട്ട്. പണ്ടത്തെ സിനിമകളൊന്നും നമുക്കിന്ന് കാണാൻ പറ്റില്ല. അതായത് ഇന്നത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത സിനിമകളാണെന്നാണ് പണ്ടത്തെ തലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ സിനിമകളിൽ മുഴുവനും സ്ത്രീകൾക്കിട്ട് നല്ല അടി കിട്ടിയിരുന്നു. സിനിമകളിൽ ഒരു മയവും ഇല്ല, മനസ്സിലായി. നായികനോ നായികോ എന്നുള്ള സാധനമൊന്നുമില്ല. ആ ഒരു പുകയില്ലാത്തൊരു സീനില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്ന് മാറി മെയിൻ ക്യാരക്ടറായിട്ട് സ്ത്രീകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകത. അതെ അതെ ചേട്ടാ, ഇന്നത്തെ സിനിമകൾക്കാണോ ഇത്ര വൾഗാരിറ്റി ഉള്ളത്? ഏറ്റവും കൂടുതൽ ഫാമിലി മൂവീസ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റാത്ത രീതിയിലുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണോ ഈ സിനിമകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ സിനിമകളിൽ അതൊക്കെ മാത്രമാണോ ഉണ്ടാകുന്നത്? ഇത് നമ്മൾ പൊതുവെ ഇന്നത്തെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ അമ്മാവന്മാരും അമ്മായിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ സാരിയോ, അതായത് ഒരു 80, 70, 60 കാലഘട്ടങ്ങളിലെ ആളുകളും ഉണ്ട് 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 എങ്കിൽ പോലും കുറവാ. അതോ ഇതോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുക 90 കിഡ്സ്. ഓക്കെ, മറ്റവർക്ക് പ്രോപ്പർ അങ്ങനെ തന്നെ. അതായത് ഇപ്പോഴത്തെ സിനിമകളിൽ മുഴുവനും ഡ്രഗ്സ് ഉപയോഗമാണ്, സ്ത്രീകളുടെ വൾഗാരിറ്റിയാണ്, പിന്നെ എന്താ പറയുക, അശ്ലീലമായ സംസാര പ്രയോഗങ്ങളാണ്. ഇതെല്ലാമാണ് പണ്ട്. അതായത് ഇന്നത്തെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത സിനിമകളാണെന്നാണ് പണ്ടത്തെ തലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചോദ്യം എന്താ പറയുമ്പോൾ, ഇപ്പം പണ്ടത്തെ സിനിമകളിൽ എന്താ അവസ്ഥ? റേപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കാണിക്കുന്ന സിനിമകളായിരുന്നു പണ്ടത്തെ സിനിമകൾ. അതായത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ റൂമിൻ്റെ അകത്ത് വില്ലൻ കടന്നു ചെല്ലുന്നു, സാരി വലിച്ചൂരുന്നു, ബ്ലൗസ് വലിച്ച് കീറുന്നു, റേപ്പ് ചെയ്യുന്നു, കരയുന്നു. ശേഷം എന്നാൽ അത് ചെയ്തു, ഒരു സിനിമയ്ക്ക് വേണ്ടി ആ കഥാപാത്രം ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. അതിനുശേഷമുള്ള ട്രോമയും കൂടി കാണിക്കുക. ഈ സ്ത്രീ അനുഭവിക്കുന്ന ട്രോമയും കൂടിയാണ് ഈ സിനിമകൾ കാണിക്കുന്നത്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേപ്പ് ചെയ്ത വില്ലന്മാരെ കല്യാണം കഴിക്കുന്ന നായികമാരിലേക്ക് ക്ഷമിക്കുന്ന നായികമാരുണ്ട്, അത് പോട്ടെ എന്ന് പറയുന്ന നായികമാരുണ്ട്. പലപ്പോഴും ജാതിപരമായിട്ട് കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ജാതിപരമായിട്ടാണ് പെൺകുട്ടികൾ പീഡിപ്പിക്കുന്നത്. അതും പ്രായപൂർത്തിയായ പ്രായപൂർത്തി ഇല്ലാത്ത പെൺകുട്ടികളെ വരെയും ഇത്തരത്തിലുള്ള രീതിയിൽ റേപ്പിംഗ് ചെയ്യുന്ന സീനുകൾ ഒരുപാടുണ്ട് സിനിമകൾ. ഇനി അത് പോട്ടെ, ചെറിയ പെൺകുട്ടികളോട് വളരെ മോശമായി സംസാരിക്കുകയും അവരെ കൊല്ലും തല്ലും ചെയ്യുന്ന പരാമർശങ്ങളും വളരെ കൂടുതലാണ്. ഉപദ്രവിക്കുന്ന പണ്ടത്തെ സിനിമകളിൽ മുഴുവനും സ്ത്രീകൾക്കിട്ട് നല്ല അടി കിട്ടിയിരുന്നു. സിനിമകളിൽ ഒരു മയവും ഇല്ല, മനസ്സിലായി. നായികനോ നായികോ എന്നുള്ള സാധനമൊന്നുമില്ല. അത്ര ഒന്നും ഇന്നില്ല. പിന്നെ പച്ചയ്ക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഇപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നത് എത്ര സീനുകളുണ്ട് പണ്ട് കാലങ്ങളിൽ. ഒരു പ്രശ്നമില്ലല്ലോ. ശിവമൂലി എന്നൊക്കെ പറയുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ ചിത്രീകരിച്ചിരിക്കുന്നത്? പണ്ടത്തെ സിനിമകളിൽ ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരും മറ്റേ ചിത്രകാരന്മാരും എല്ലാം ഈ പബ്ലിക്കായിട്ട് ഇരുന്ന് ഇത് വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എന്തോരം സീനുകളുണ്ട്. സിനിമകളിലൊക്കെ കാണാൻ പറ്റും. അതെ, ഇങ്ങനെ എന്ത് സീൻ ഉണ്ടെങ്കിലും അതില് ആ ഒരു പുകയില്ലാത്തൊരു സീനില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സീനുകളും ഉണ്ട്. കൊലപാതകം, പച്ചക്കാണ് കൊല്ലുന്നത്, കൊലപാതകം, ഇനി ഈ പറഞ്ഞ റേപ്പ് സീനുകൾ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സീനുകൾ, മദ്യം, അത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഇനി ബാറിൻ്റെ അകത്ത് മറ്റേ പാർട്ടി, നിശാ പാർട്ടികൾ. പണ്ടത്തെ സമൂഹം പറയുന്നല്ലോ നിശാ പാർട്ടികൾ എന്ന്. ഇത് എവിടെ നിന്ന് വന്ന ആദ്യം? പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്ത്രീകൾ കുറച്ചുകൂടെ അഹങ്കാരികളാണ് എന്നൊരു സ്റ്റീരിയോടൈപ്പിക്കൽ ചെയ്തു വെച്ചിട്ട് അവരെ അഹങ്കാരം മാറ്റാൻ വേണ്ടി, പൗരുഷം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെ കീഴ്പ്പെടുത്തുക. എന്നിട്ട് ഇത് അതുകൊണ്ടാണ് സെക്ഷുവാലിറ്റിയാണ് ലാസ്റ്റ് അവിടെ വരുന്നത്. മനസ്സിലായോ? അതായത് ഒരു തരത്തിലുമുള്ള നമ്മുടെ ഇന്നത്തെ സമൂഹമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോജിക്കുമായിട്ടോ ഒരു തരത്തിലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത എല്ലാ ടൈപ്പ് സിനിമകളും എന്താ പറയുക സീനുകളുമുള്ള പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ വന്നിട്ട് ഇപ്പം പറയാ, അയ്യോ നിങ്ങൾ ഇങ്ങനെ കഞ്ചാവ്, നിങ്ങൾ മറ്റേ സാധനം വലിച്ച്. പണ്ടത്തെ സിനിമകളിലുണ്ടേ. അതിനിപ്പോൾ എന്ത് ചെയ്യും? ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ കഞ്ചാവ്, ഇപ്പോൾ വേടൻ്റെ വിഷയം, അവൻ കഞ്ചാവ് ഉപയോഗിച്ചു, മറ്റേ ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ്. പണ്ടത്തെ സിനിമകളിൽ നായകന്മാർ ഉപയോഗിച്ചിരുന്ന സാധനം ഇപ്പോൾ എന്തായിരുന്നു? പബ്ലിക്ക് കാണുന്നുണ്ട്, ഉപയോഗിക്കുന്നതല്ല, പബ്ലിക്കിൽ അത് കാണിക്കാൻ കൂടി ചെയ്യുക. അപ്പോൾ ഈ കുറ്റം പറയുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവരത് എൻജോയ് ചെയ്തിരുന്നു. അന്നൊന്നും ഈ പറയുന്ന ഒരു പത്രങ്ങൾക്കോ ഒരു മാധ്യമങ്ങളൊന്നും ഈ വിഷയം എടുത്തിരുന്നില്ല. ഇപ്പോഴും എടുക്കില്ലല്ലോ. പണ്ട് കാലങ്ങളിൽ എന്തിനാണ് ഈ സാധനം ചോദിച്ചതെന്നുള്ള ചർച്ച നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഈ സിനിമയിൽ, ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. സിനിമകൾ സ്ത്രീകൾക്ക് കൃത്യമായി അവർക്കുള്ള സ്പേസ് ഉണ്ട്, അവർക്ക് പരാതിപ്പെട്ടാൽ അതിന് ആക്ഷൻ എടുക്കും. പണ്ട് കാലങ്ങളിലോ അല്ല, നായികമാർ പലപ്പോഴും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടായിരുന്നു മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി മെയിൻ ക്യാരക്ടറായിട്ട് സ്ത്രീകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകത. അതെ അതെ. അപ്പം നമ്മൾ കാണുന്ന പോലെ പല വലിയ നടന്മാരും, അതായത് പണ്ട് കാലങ്ങളിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വൾഗറാവാനുള്ള കാരണം ഈ പറയുന്ന ഒരു 80-90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ മോശമായ കാര്യങ്ങളായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലും സ്പ്രെഡായി വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കി പത്രമോ? പണ്ട് നമ്മൾ അനശ്വരമായ നടന്മാരെന്ന് പറയുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കുത്തിപ്പൊങ്ങി പുറത്തോട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പഴയ തലമുറ എന്തിനെങ്കിലും കുറ്റം പറയുമ്പോൾ ഇവർ ആലോചിക്കേണ്ട കാര്യം ഇവരുടെ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു കൃത്യമായിട്ട്. പണ്ടത്തെ സിനിമകളൊന്നും നമുക്കിന്ന് കാണാൻ പറ്റില്ല.
നമ്മൾ ആലോചിക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ. ലോജിക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ സ്ത്രീയുടെ ഏറ്റവും ബലഹീനത ആണ് മൊത്തം കാണിക്കുന്നത്. ഒരിക്കലും ആ സ്ത്രീ ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വന്നു കയറിയോ പറയുന്ന പടങ്ങളൊക്കെ വളരെ ചുരുക്കുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഡിപ്പെൻഡിങ് ക്യാരക്ടറാക്കി മാറ്റാം. അങ്ങനെ പറയുന്ന ക്യാരക്ടറിനെ നെഗറ്റീവ് റോളിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മിക്ക സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോ അവര് കുറച്ച് ബോൾഡായിട്ട് എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ സ്ത്രീകള് ജോലിക്ക് പോകുന്ന വീട് അല്ലെങ്കിൽ പുരുഷന്മാരവിടെ കുക്ക് ചെയ്യുന്ന രീതിയിൽ തലയണ മന്ത്രത്തിന് അഹങ്കാരി എന്നുള്ള ലെവലാ കൃത്യമായിട്ട് തലയണ മന്ത്രത്തിന് അതിലെ സുകുമാരി അമ്മയെ ആ ഒരു റോള് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പൊ ഇവരുടെ ഈ ഒരു ഡയലോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചിന്താഗതിയിൽ നമ്മൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ പറയും ഇത് ശരിക്കും ഇതാണ് കറക്റ്റ്, ഇവർ പറയുന്നതാണ് ശരിക്കുള്ളത്. പക്ഷെ അത് അവരവിടെ അവതരിപ്പിക്കുമ്പോൾ ഒരു നെഗറ്റീവ് റോളിൽ ഇവരാണ് നെഗറ്റീവ്, എല്ലാം അനുസരിച്ച് നിൽക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയുന്നത് നേരത്തെ പോലെ ഭയങ്കര നെഞ്ചു വിരിച്ച് എല്ലാം സഹിച്ച് അങ്ങോട്ട് നിൽക്കണം, അവരെല്ലാ വിഷമങ്ങളും നെഞ്ചിലേറ്റി ഫാമിലീനെ കൊണ്ടുപോകണം, ആ ഒരു പാട്രിയാർക്കിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതൊക്കെയാണ് ആ ഒരു സിനിമകളിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് മാറിയപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ത്രീയും ചീത്ത പറയുന്നുണ്ട്, പുരുഷൻ ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ തിരിച്ച് ചീത്ത പറയും. കാരണം ഇതാണ് റിയാലിറ്റിയിലൂടെയുള്ള സിനിമകളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. നമ്മളെ വാത്സല്യത്തിലേക്ക് മമ്മൂക്ക ഇപ്പോൾ പിടിച്ച് ട്രോളുന്ന പോലെ എന്താണിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമകളിലൊക്കെയുള്ള കാര്യങ്ങൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ, ഇതിനെതിരായിട്ടുള്ള റിയാലിറ്റി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം. സദാചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമന്റ് ബോക്സിലേക്ക് മാറിയൊരു കാലഘട്ടമാണിത്. കമന്റ് ബോക്സിൽ വന്നിട്ട് കൃത്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയി പോകും. കൃത്യമായിട്ടുള്ള സദാചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സുകളിലേക്ക് ഒതുങ്ങി പോകുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ.